നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണോ? അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ ദീർഘദൂര മിസൈലുകൾ അയച്ചതിന് പിന്നാലെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ? അമേരിക്ക ശരിക്കും വിജയിച്ചോ അതോ പിൻവാങ്ങുകയാണോ? നയതന്ത്ര വിശകലകർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും തന്ത്രപ്രധാനമായ ഡീഗോ കാർഷ്യ താവളത്തിന് നേരെയാണ് ഇറാൻ ഒടുവിൽ മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. 4000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചതിലൂടെ ഇറാൻ തങ്ങളുടെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇതിലൊന്ന് അമേരിക്ക തടഞ്ഞെങ്കിലും തങ്ങളുടെ സുരക്ഷിത താവളങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രതികരണം വരുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും തങ്ങൾ വിജയിച്ചെന്നും അദ്ദേഹം പറയുന്നു. ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇറാൻ എണ്ണ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം നീക്കിയത്. കോടിക്കണക്കിന് ഡോളർ ഇതിലൂടെ ഇറാന് കിട്ടും. ഇത് ശരിക്കും ഇറാന് നൽകുന്ന സമ്മാനമാണോ അതോ ആഗോള വിപണിയിൽ എണ്ണവില കുറയ്ക്കാനുള്ള തന്ത്രമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. റിഫത്ത് ജാവേദിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ട്രംപിന്റെ ഈ ഒരു തീരുമാനത്തെ വലിയ ആശയക്കുഴപ്പമായിട്ടാണ് കാണുന്നത്. ഒരു വശത്ത് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു, മറുവശത്ത് അവർക്ക് പണം സമ്പാദിക്കാൻ വഴിയൊരുക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തനിയെ തുറക്കുമെന്ന് പറയുന്ന ട്രംപ് അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറയ്ക്കുകയാണോ ചെയ്യുന്നതെന്നും ചോദിക്കുന്നവരുണ്ട്. ഇറാനെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ US ആലോചിക്കുന്നുണ്ടെന്നും എന്നാൽ മറ്റു രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്ക് സംരക്ഷിക്കണമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ഇറാനെ നിരപരശാക്കിയെന്നും അതിനാൽ തന്നെ തോറ്റ ഒരു രാജ്യത്തോട് വെടിനിർത്തലിന്റെ ആവശ്യമില്ലെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. എണ്ണവിലകളിലെ ആഘാതം കുറയ്ക്കാൻ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധവും താൽക്കാലികമായി പിൻവലിക്കുമെന്നും US അറിയിക്കുകയുണ്ടായി. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയാക്കിയതായും സൈനിക സാന്നിധ്യം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. US യുദ്ധം വിജയിച്ചു കഴിഞ്ഞുവെന്നാണ് തന്റെ വിശ്വാസമെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ അമേരിക്കയ്ക്ക് സ്വന്തം സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവാദം നൽകിയ ബ്രിട്ടന്റെ തീരുമാനം ഇറാന്റെ കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. ഈ നീക്കം ബ്രിട്ടനെ നേരിട്ട് യുദ്ധത്തിന്റെ ചൂടിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നും ബ്രിട്ടീഷ് ജനങ്ങളുടെ സുരക്ഷ തന്നെ അപകടത്തിലാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടൻ ഇതിൽ കൂടുതൽ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നുവെന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെക്കുകയാണ്. ബ്രിട്ടൻ സർക്കാർ ഡൌണിംഗ് സ്ട്രീറ്റിലൂടെ സ്ഥിരീകരിച്ചതനുസരിച്ച് അമേരിക്കൻ സേനയ്ക്കിനി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാനാകും. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ ഭീഷണിയായ ഇറാനിയൻ മിസൈൽ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നതിനാണ് ഈ സൗകര്യം ഉപയോഗിക്കപ്പെടുന്നത്. ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പോലും ബാധിക്കാവുന്ന തരത്തിലായിരിക്കും. ഇതോടെ ബ്രിട്ടൻ നിഷ്പക്ഷ നിലപാടിൽ നിന്ന് പൂർണ്ണമായും മാറി അമേരിക്കയുടെ സൈനിക തന്ത്രങ്ങളുടെ ഭാഗമാവുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ബ്രിട്ടന്റെ ഈ ഒരു നീക്കം ഒരു പ്രതിരോധ നടപടിയാണെന്നും കൂട്ടായ സ്വയം രക്ഷയുടെ ഭാഗമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാഗ്ചി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രതികരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ജനങ്ങൾ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. UK-യുടെ ഈ തീരുമാനം അവരുടെ സ്വന്തം പൗരന്മാരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ തന്റെ സ്വയം പ്രതിരോധാവകാശം പൂർണ്ണമായും ഉപയോഗിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ഡീഗോ ഗാർസിയയിലെ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എങ്കിലും ഈ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. ഇറാൻ തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ തയ്യാറാണെന്ന സൂചനയായി. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. UK-യുടെ തീരുമാനം വൈകിയതിൽ താൻ അല്പം ആശ്ചര്യപ്പെട്ടു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ലണ്ടൻ ഇതിലും വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിൽ നിന്നും കൂടുതൽ സജീവ പിന്തുണ പ്രതീക്ഷിക്കുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ബ്രിട്ടന്റെ ഇടപെടൽ ഈ സംഘർഷത്തെ ഒരു പ്രാദേശിക പ്രശ്നത്തിൽ നിന്ന് ആഗോള പ്രതിസന്ധിയിലേക്ക് ഉയർത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ്. ഓരോ നീക്കവും ഇനി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് ഈ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിടുക്കുകളിലൂടെ കടന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ അസ്ഥിരത പോലും എണ്ണവില ഉയരാൻ കാരണമാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ബ്രിട്ടൻ സർക്കാർ ഈ നീക്കത്തെ ഒരു പ്രതിരോധ നടപടിയായി ചിത്രീകരിച്ചാലും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് നേരിട്ടുള്ള വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ
ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സംഘർഷം ഇനി എവിടേക്ക് നീങ്ങുമെന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഇറാനെതിരെയുള്ള സൈനിക നീക്കം ശക്തമാക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കൂടുതൽ തീവ്രമാകുന്നതിന്റെ സൂചനയും വരുന്നുണ്ട്. ഇറാനിൽ നേരിട്ടുള്ള സൈനിക വിന്യാസത്തിന് അമേരിക്ക വിശദമായ പദ്ധതികൾ തയ്യാറാക്കിയതായി CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള വ്യോമാക്രമണം 3 ആഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ ഈ നീക്കം. എന്നാൽ ഇറാന്റെ മണ്ണിലേക്ക് സൈന്യത്തെ അയക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വൈറ്റ് ഹൌസിൽ ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകൈച്ചിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ സൈന്യത്തെ അയക്കുന്നില്ലെന്നും ഇനി അഥവാ അങ്ങനെയൊരു തീരുമാനമുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും പ്രധാന കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ ആക്രമണങ്ങളെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ തർക്കം മുറുകുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയ്ക്ക് ആവശ്യമില്ലെന്നും യൂറോപ്പും ജപ്പാനും ചൈനയുമാണ് ഇതിന്റെ ഗുണഭോക്താക്കളെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ കപ്പൽപാതയുടെ സുരക്ഷയ്ക്കായി ഈ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണം. നാറ്റോ സഖ്യകക്ഷികൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് വിമർശനം ഉന്നയിച്ചത്. റഷ്യക്കെതിരെയുള്ള പ്രതിരോധ നിരയായ നാറ്റോ വെറും ഒരു കടലാസ് പുലിയാണെന്നും ഭീരുക്കളുടെ കൂട്ടമാണെന്നും അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അമേരിക്കയുടെ സഹായമില്ലാതെ നാറ്റോയ്ക്ക് നിലനിൽപ്പില്ല. എണ്ണ വർധനവിനെക്കുറിച്ച് പരാതിപ്പെടുന്നതല്ലാതെ കടലിടുക്ക് തുറക്കാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് ട്രംപ് ആരോപിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ തയ്യാറാണെന്നറിയിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കി. എന്നാൽ ഈ വാഗ്ദാനം ട്രംപിനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ജർമ്മനിയിലെയും സ്പെയിനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ മാറ്റുന്നത് പരിഗണിക്കണമെന്ന സെനറ്റർ ലിൻസി ഗ്രഹാമിന്റെ ആവശ്യത്തെ ട്രംപ് പിന്തുണയ്ക്കുകയും ചെയ്തു. നിലവിൽ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ഉൾപ്പെടെയുള്ള US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. അതിനിടെ ട്രംപ് നേരിട്ട് സൈനിക വിന്യാസത്തിന് ഉത്തരവിട്ടിട്ടില്ലെന്നും എന്നാൽ ഏത് സാഹചര്യവും നേടാൻ പെന്റഗൺ പദ്ധതികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് വ്യക്തമാക്കുന്നുണ്ട്.